ഇന്ന് നോർവ ബ്രസീൽ കളി ആരയിക്കാം? ബ്രസീൽ നോർവ ഇപ്പം ബ്രസീൽ കുറച്ച് ഫോമിലെത്തിരിപ്പോ. പിന്നെ കാർലോസ് ആഞ്ചലോട്ടി വന്നാൽ ഒരുപാട് മാറ്റം ബ്രസീലിനെ സംഭവിച്ചു. ലാറ്റിനമേരിക്കൻ യോഗ്യത റൗണ്ടിന് പ്രയാസപ്പെടുന്ന ബ്രസീലാക്കി മാറ്റി കാർലോസ് ആഞ്ചലോട്ടി. അവിടെ റാഫീനോ വിനീസസ് ഇപ്പൊ ഫോമിലെത്തിന്. പക്ഷെ കുറച്ച് കാലങ്ങളുടെ ശേഷം കളിക്ക് നോർവയോട് ജയിച്ചില്ല എന്നാ കേൾക്കുന്നത്. നോർവയാണല്ല വിജയത്തിലേക്ക്. നോർവ യൂറോപ്പിൽ നിന്ന് കുറെ കാലം ശേഷം ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമാണ്. സ്റ്റേൽസോൺ ബക്കൻ എന്ന് പറയുന്ന കോച്ചാണ്. സെൽവിക് ഉണ്ട്, ക്രിസ്റ്റഫർ ആങ്കർ ഉണ്ട്, എബിറ്റ് അലാനുണ്ട്, ഡിയോ ഓസ്റ്റിക്കാർഡ് ഉണ്ട്, സോൾറി ലാൻഗാസ് ഉണ്ട്, ഡേവിഡ് മുള്ളർ വോൾഫ് ഉണ്ട്, ഹെർലിംഗ് ഹാളണ്ട് ഉണ്ട്. ഹെർലിംഗ് ഹാളണ്ട് എന്ന് പറഞ്ഞാല് നല്ലൊരു സ്ട്രൈക്കറാണ്. പക്ഷെ കിട്ടിയ അവസരം മുതലാക്കാൻ കഴിവുള്ള സ്ട്രൈക്കറാണ് ഹെർലിംഗ് ഹാളണ്ട്. നോർവേ സ്പീഡ് ഗെയിമാണ്. പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 5 പ്രാവശ്യം ചാമ്പ്യന്മാരായ ടീമാണല്ലോ. പണ്ടത്തെ ഫോമിലല്ല ബ്രസീൽ. എന്നാലും യൂറോപ്പ് രാജ്യവും ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്നുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷെ നോർവൽ എഴുതി തള്ളണ്ട. സമയം എക്സ്ട്രാ ടൈമിലൊക്കെ കളി നീളാൻ സാധ്യത ഉണ്ട്. കാരണം നോർവയുടെ സ്പീഡ് ഗെയിമാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ ഏഷ്യൻ ടീം ജപ്പാനൊക്കെ കീഴ്പ്പെടുത്തിയ ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ ബ്രസീൽ ജപ്പാൻ ശക്തമായ ടീമിൽ. അപ്പൊ ആഞ്ചലോട്ടി വന്നാൽ ഒരുപാട് മാറ്റം ബ്രസീലിന് സംഭവിച്ചിരുന്നു. അപ്പൊ കടുത്ത പോരാട്ടത്തിന്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകാം. തിരിച്ചാണ് ചെറിയൊരു മുൻതൂക്കം ബ്രസീലിനെടുക്കാം.